അപ്പോൾ നമുക്കിതിൽ നെക്സ്റ്റ് ഉള്ളൊരു ടോപ്പിക്കാണ് സ്കലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. സ്കലാർ ക്വാണ്ടിറ്റീസ് അല്ല, നമുക്ക് വെക്റ്ററാണ്. വെക്റ്റർ ഇൻ 2 ഡയമെൻഷനും 3 ഡയമെൻഷണൽ വെക്റ്റേഴ്സും പിന്നെ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും. വളരെ എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എന്താണ് വെക്റ്റർ, എന്താണ് സ്കലാർ എന്നുള്ള ആ ഒരു ഡിഫറൻസ് ആദ്യം നോക്കാം. അപ്പോൾ ക്വാണ്ടിറ്റീസ് ഹാവിങ് മാഗ്നിറ്റ്യൂഡ്സ് ഓൺലി ആൻഡ് നോട്ട് റിലേറ്റഡ് ടു എനി ഫിക്സഡ് ഡയറക്ഷൻ ആർ കോൾഡ് സ്കലാർസ്. അതായത് മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ഡയറക്ഷൻ ഇമ്പോർട്ടൻസ് ഇല്ലാത്തതിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്കലാർസ് എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാസ്, വോളിയം, ഡിസ്റ്റൻസ്, ടെമ്പറേച്ചർ, ടൈം, സ്പീഡ്, സ്പെസിഫിക് ഹീറ്റ്, ഡെൻസിറ്റി എക്സെട്ര. അതൊക്കെ നമുക്ക് ഡയറക്ഷന് ഇതില്ല, ഡയറക്ഷൻ ഇമ്പോർട്ടൻസ് ഇല്ല. അത് ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, അതിന് വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന് ഡയറക്ഷൻ ഉണ്ടാവില്ല. അത്തരത്തിലുള്ള നമ്മൾ സ്കലാർസ് എന്ന് പറയും. എന്നാൽ വെക്റ്റേഴ്സ്, ക്വാണ്ടിറ്റീസ് ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആർ കോൾഡ് വെക്റ്റേഴ്സ്. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുക, വെക്റ്റേഴ്സ് എന്ന് വിളിക്കുക. എക്സാമ്പിൾസ് ഓഫ് വെക്റ്റേഴ്സ് ആർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് നീങ്ങുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഏത് ഡയറക്ഷനിൽ നീങ്ങി, അത് അവിടെ ഒരു ചോദ്യമാണ്. എത്ര നീങ്ങി, അപ്പോൾ എത്ര നീങ്ങി എന്നുള്ളതാണ് മാഗ്നിറ്റ്യൂഡ്, ഏത് ഡയറക്ഷനിൽ നീങ്ങി എന്നുള്ളത് ഡയറക്ഷൻ. അപ്പോൾ അവന് ഡയറക്ഷനും ഉണ്ട് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതുകൊണ്ട് അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ തന്നെയാണ് വെലോസിറ്റി, ഫോഴ്സ്, ആക്സിലറേഷൻ, മൊമെൻറ്റം എക്സെട്ര. അതൊക്കെ എന്താണ്, വെക്റ്റർ ക്വാണ്ടിറ്റീസുകളാണ്. ഇനി നമ്മളൊരു വെക്റ്ററിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു വെക്റ്ററിനെ നമ്മൾ എടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഡയറക്ഷന് എങ്ങോട്ടാണോ അങ്ങോട്ട് നമ്മൾ വരക്കും, ഒരു ലൈൻ വരക്കുക. അപ്പോൾ നമ്മൾ 0a എന്ന് പറഞ്ഞ വെക്റ്റർ, ഒ എ എന്ന് പറഞ്ഞ വെക്റ്റർ നമ്മൾ എങ്ങനെ എടുക്കുക, O മുതൽ A വരെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ ആ ലെങ്ത്താണ്, അതിൻ്റെ OA എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണോ അതാണ് നമ്മളിവിടെ A എന്ന് കൊടുത്തിട്ടുള്ളത്. ഏത് ഡയറക്ഷനിലേക്കാണോ ആ ഡയറക്ഷനിൽ ആരോ മാർക്ക് കൂടും. അങ്ങനെയാണ് നമ്മളൊരു വെക്റ്ററിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനെ എഴുതുമ്പോൾ കണ്ടോ, ഇത് മോഡൽ എഴുതുക, OA ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു വെക്റ്ററിൻ്റെ ചിഹ്നം ഇടും. അപ്പോൾ അങ്ങനെ ഇടുന്നതിനെ നമ്മൾ വെക്റ്റർ അങ്ങനെയാണ് നമ്മൾ എഴുതാറ്. അപ്പോൾ ഇനി ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റും ഒരു വെക്റ്ററാണ്. പിന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലെങ്ത്ത് എത്ര, ഡയറക്ഷൻ ഇല്ലാതെ ആ വാല്യൂ എത്രയാണെന്നുള്ളത് അതിന് നമ്മൾ മോഡ് OA എന്ന് എഴുതും. ഓർ ഇപ്പം ഇവിടെ A ആണ് ആ ലെങ്ത്ത് വന്നത്, അപ്പോൾ മോഡ് A എന്ന് വരും. അതിൻ്റെ ലെങ്ത്ത് ഓർ ആ മാഗ്നിറ്റ്യൂഡിനെയാണ് അതിൻ്റെ ലെങ്ത്ത് എന്ന് വിളിക്കുന്നത്. പിന്നെ അപ്പോൾ ഇവിടെ OA എന്ന് പറഞ്ഞതാണല്ലോ ഇപ്പോൾ നമ്മൾ വെക്റ്റർ എടുത്തത്, അവിടുത്തെ Oനെ നമ്മൾ ഇനീഷ്യൽ പോയിൻ്റ് എന്നും Aനെ ടെർമിനൽ പോയിൻ്റ് എന്നും വിളിക്കും, എൻ പോയിൻ്റ് ഓർ ടെർമിനൽ പോയിൻ്റ് എന്നും വിളിക്കും. ഇനി എന്താണ് സ്കലാർ പ്രോഡക്റ്റ് ഓർ ഡോട്ട് പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ വെക്റ്റേഴ്സിന്, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം, അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ ഒരു പ്ലെയിനിൽ നമ്മളൊരു വെക്റ്റർ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് എക്സ് യൂണിറ്റ് ഹൈറ്റും ഉണ്ടാവും, വൈ യൂണിറ്റ് ഇതും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വെക്റ്ററിനെ നമ്മൾക്ക് അതിൻ്റെ ആ പോയിൻറ്റിനെ നമുക്ക് XI പ്ലസ് ഈ ഒരു ലെങ്ത്താണ് എക്സ്, ഈ ഒരു ഹൈറ്റ് വൈ, അപ്പോൾ XI പ്ലസ് YJ. നമുക്ക് ആ ഒരു പോയിൻറ്റിനെ നമുക്ക് അങ്ങനെ വെക്റ്റർ ആക്കിയിട്ട് XI പ്ലസ് YJ എന്ന് എഴുതും. അത് സ്പേസിൽ വരുമ്പോൾ നമുക്ക് 3 ആക്സിസുകൾ വരും അല്ലേ, XYZ ആക്സിസ് ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഹൈറ്റും കൂടിയും അവിടെ വരും, അപ്പോൾ XI പ്ലസ് YJ പ്ലസ് ZK എന്ന് വരും. അപ്പോൾ നമ്മൾ K, ഇതൊക്കെ ഈ IJK എന്നൊക്കെ യൂണിറ്റ് വെക്റ്റേഴ്സാണ്. യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ മോഡുലസ് 1 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു സ്പേസിലെ പ്ലെയിനിലെ വെക്റ്ററിനെയും സ്പേസിലെ വെക്റ്റേഴ്സിനെയും നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാറ്, XI പ്ലസ് YJ, XI പ്ലസ് YJ പ്ലസ് ZK. അപ്പോൾ ഇനി എന്താണ് സ്കലാർ ഓർ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ A ആൻഡ് B എന്ന് പറയുന്നത് 2 വെക്റ്റേഴ്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 നോൺ സീറോ വെക്റ്റേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്കലാർ പ്രോഡക്റ്റ് ഓർ ഡോട്ട് പ്രോഡക്റ്റ്, നമ്മൾ സാധാരണ ഡോട്ട് പ്രോഡക്റ്റ് എന്നാണ് പറയാറ്. ഡോട്ട് പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് A ഡോട്ട് ബി, അതിനെ എഴുതുക A ഡോട്ട് B എന്നാണ്. അപ്പോൾ വെക്റ്റർ ആയതുകൊണ്ട് മുകളിൽ നമ്മൾ ഈ ആരോ ചിഹ്നം എഴുതണം. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് A ഇൻറ്റു മോഡ് B കോസ് തീറ്റ, മോഡ് A ഇൻറ്റു മോഡ് B കോസ് തീറ്റ. അതാണ് നമുക്ക് എന്ത് വരുന്നത്, A ഡോട്ട് B വരുന്നത്. ഇനി വെർ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ A ആൻഡ് B. A B എന്ന് പറഞ്ഞാൽ ആ 2 വെക്റ്റേഴ്സും തമ്മിലുള്ള ആംഗിളാണ് എന്ത്, തീറ്റ. പക്ഷെ നമുക്കിത്
എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ തീറ്റയ്ക്ക് ആംഗിളൊക്കെ തന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർമുല വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിന് നമുക്ക് വഴിയുണ്ട്. ഇനി രണ്ട് വെക്റ്റേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് പറയപ്പോഴാണ് അതിൻ്റെ രണ്ടിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് 0 ആകുമ്പോഴാണ്. കാരണം കോസ് തീറ്റ 90 ഡിഗ്രി ആകുമ്പോഴാണ് അവ രണ്ടും എന്താവുക, പെർപെൻഡിക്കുലർ ആവുക. അപ്പോൾ എ ഡോട്ട് ബി എന്താവും, കോസ് 90 എന്താണ് 0 ആണ്. അപ്പോൾ എ ഡോട്ട് ബി എന്താവും 0 ആകും. അപ്പോൾ വെൻ 2 നോൺ സീറോ വെക്റ്റേഴ്സ് ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ ആണെന്ന് കാണിക്കാൻ നമുക്ക് എന്ത് കാണിച്ചു കൊടുത്താൽ മതി, അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഇനി അതേപോലെ ഡോട്ട് പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണ്, അതായത് എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ ആണ്. അപ്പോൾ ലെറ്റ് തീറ്റ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്റ്റേഴ്സ് എ ആൻഡ് ബി. ആൾസോ ലെറ്റ് മോഡ് എ ഈക്വൽ ടു എ, മോഡ് ബി ഈക്വൽ ടു ബി എന്ന് കൊടുത്താൽ അപ്പോൾ എ ഡോട്ട് ബി പറഞ്ഞാൽ എ ബി കോസ് തീറ്റ എന്ന് വരും. ഇനി നമുക്ക് ബി എ കോസ് തീറ്റ എന്ന് എഴുതി കൂടാ, തിരിച്ചു എഴുതാം. കാരണം മൾട്ടിപ്ലിക്കേഷൻ എന്താണ്, ഇതൊക്കെ മാഗ്നിറ്റ്യൂഡ്, ഇതൊക്കെ മോഡുലസ് ആവണ ഇതുകൊണ്ട് എന്താണെന്നറിയോ, മോഡുലസ് എന്നൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ റിയൽ വാല്യൂ ആയിരിക്കും, റിയൽ നമ്പർ ആയിരിക്കും. അപ്പോൾ റിയൽ നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. നമുക്ക് 2 × 3 3 × 2 ഈക്വൽ അല്ലേ. അതുപോലെ എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ബി എ കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഇനി നമുക്ക് ബി ഡോട്ട് എ എന്ന് എഴുതാം. അപ്പോൾ എ ഡോട്ട് ബിയും ബി ഡോട്ട് എ എന്താണ് ഈക്വൽ ആണ്. അപ്പോൾ സ്കലാർ പ്രോഡക്റ്റ് എന്താണ്, 2 വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി നമുക്ക് എങ്ങനെ വെക്റ്റേഴ്സ്, ഇപ്പോൾ നമുക്ക് എ എന്ന് പറഞ്ഞ വെക്റ്ററിന് ഇങ്ങനെ തന്നു എന്ന് വിചാരിക്കുക, A1i + A2j + A3k എന്ന് പറഞ്ഞ ഒരു വെക്റ്റർ തന്നു എന്ന് വിചാരിക്കുക. ബി എന്ന് പറഞ്ഞ വെക്റ്റർ B1i + B2j + B3k തന്നു വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ എ ഡോട്ട് ബി കണ്ടുപിടിക്കാം? അപ്പോൾ നിങ്ങളിതിൻ്റെ പ്രൂഫൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇതാണ് ഇമ്പോർട്ടൻറ്റ്, ഈ ഫോർമുലയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എൻ്റെ ഫോം ഇങ്ങനെയും ബീൻ്റെ ഫോം ഇങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബീൻ്റെ വാല്യൂ ഇതാണ്, A1 B1 + A2 B2 + A3 B3. ഇതാ ഈ ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്, എ ഡോട്ട് ബി ഈക്വൽ ടു A1 B1 + A2 B2 + A3 B3. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് സാധാരണ പ്രോബ്ലം ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഐൻ്റെ കോർഡിനേറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, കോഎഫിഷ്യൻസ്, അതായത് A1 B1 പ്ലസ് പിന്നെ A2 B2 + A3 B3. പിന്നെ ഇവിടെ ഐ ജെക്ക് ഒന്നും ഉണ്ടാവില്ല, കാരണം ഐ ഡോട്ട് ഐ ഒക്കെ 1 അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും, അപ്പോൾ അത് നോക്കണം. ഐ ഡോട്ട് ഐ എന്താണ് 1 ആണ്, ജെ ഡോട്ട് ജെ എന്താണ് 1 ആണ്, കെ ഡോട്ട് കെ എന്താണ് 1 ആണ്. പിന്നെ മോറോവർ ഐ ജെ കെ എന്നൊക്കെ പറഞ്ഞാൽ അതായത് എക്സ് ആക്സിസിലുള്ള യൂണിറ്റ് വെക്റ്ററാണ് ഐ വരിക, വൈ ആക്സിസിലുള്ള യൂണിറ്റ് വെക്റ്ററാണ് ജെ, സെഡ് ആക്സിസിലുള്ളതാണ് കെ. അപ്പോൾ അവ 3 പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അവയിൽ ഏതെങ്കിലും 2 എടുത്ത് ഡോട്ട് പ്രോഡക്റ്റ് കാണുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 0 ആണ് കിട്ടുക. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഐ ഡോട്ട് ഐ എന്ന് പറയുന്നത് എന്താണ് 1 ആണ്, ജെ ഡോട്ട് ജെ ഈക്വൽ ടു എന്താണ് 1 ആണ്. അത് ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പഠിച്ചത്, എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചത്, A1 B1 + A2 B2 + A3 B3. അപ്പോൾ ഇവിടെ ഐ എന്ന് പറയുന്നത് എന്താണ്, ഐ എന്ന് പറഞ്ഞ വെക്റ്റർ, ഇപ്പോൾ A = I എന്ന് എടുക്കുക. ഐ എന്ന് പറഞ്ഞ വെക്റ്റർ എന്ന് പറഞ്ഞാൽ A1, അപ്പോൾ ഇവിടെ A1i + A2j + A3k ഫോമിൽ എഴുതുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ജെയും കെയും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ A2ഉം A3 എന്താ വരിക, 0 വരിക. അപ്പോൾ ഐൻ്റെ കോഎഫിഷ്യൻ്റ് മാത്രമേ A1 മാത്രമേ ഉണ്ടാവുള്ളൂ. A1 എന്താ വരിക, 1 ആണ് വരിക. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ബി ഉള്ളതും ഐ ആയിട്ട് എടുക്കുക. അപ്പോൾ അവിടെയും B1ഉം 1 വരിക. അപ്പോൾ 1 × 1 1 അതാണ് ഇവിടെ വരിക. അതുപോലെ തന്നെ ജെ ഡോട്ട് ജെ ഈക്വൽ ടു 1 വരും, കെ ഡോട്ട് കെയും എന്ത് വരും 1 വരും. പിന്നെ അവ തമ്മിൽ അല്ലാത്ത പ്രോഡക്റ്റ്സ് എടുത്താൽ ഓപ്പോസിറ്റ് പ്രോഡക്റ്റ്സ് എടുത്താൽ ഐ ഡോട്ട് കെ ഈക്വൽ ടു 0, ജെ ഡോട്ട് കെ ഈക്വൽ ടു 0 ആൻഡ് ഐ ഡോട്ട് ജെ ഈക്വൽ ടു 0, ജെ ഡോട്ട് കെ ഈക്വൽ ടു 0, കെ ഡോട്ട് ഐ ഈക്വൽ ടു 0. അവർ തമ്മിൽ, കാരണം അവ പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് പരസ്പരം വെക്റ്റേഴ്സ് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഐ ഡോട്ട് ജെ ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും, ജെ ഡോട്ട് കെ ഈക്വൽ ടു 0 ആയിരിക്കും, കെ ഡോട്ട് ഐ ഈക്വൽ ടു 0 ആയിരിക്കും. ഐ ഡോട്ട് കെയും എന്ത് തന്നെ ആയിരിക്കും, 0 ആയിരിക്കും കേട്ടോ. നമ്മൾ സാധാരണ ഒരു ഓളത്തിൽ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അതിൻ്റെ ഏതിൻ്റെയും ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ എടുത്താൽ നമുക്ക് എന്ത് വരും, ഓപ്പോസിറ്റ് അല്ല സെയിം അല്ലാത്ത പ്രോഡക്റ്റ് എടുത്താൽ 0 വരും, സെയിം പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 1 വരും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോർമുല ഇമ്പോർട്ടൻ്റ് ആക്കി നോക്കി വെക്കുക. എൻ്റെ ഫോമും നോക്കണേ, എയും ബിയും ഈ ഫോമിലാണെങ്കിൽ എ ഡോട്ട് ബീൻ്റെ ഫോർമുല എന്താണ്, എ ഡോട്ട് ബി ഈക്വൽ ടു A1 B1 + A2 B2 + A3 B3.
ഇനി ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് ഇൻ ടേംസ് ഓഫ് ദെയർ റെക്ടാങ്കുലർ കമ്പോണൻസ്. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്നത് A1i + A2j + A3k തന്നു, ബി എന്ന് പറയുന്നത് B1i + B2j + B3k തന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് A.B പറഞ്ഞാൽ AB cos θ, അല്ലെങ്കിൽ മോഡ് A മോഡ് B, ഇവിടെ മോഡ് എക്ക് A എന്ന് കൊടുത്തിട്ടുണ്ട്, മോഡ് ബിക്ക് B എന്നും കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് AB cos θ എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് cos θ കാണാൻ എന്ത് ചെയ്താൽ മതി, ആംഗിൾ ബിറ്റ്വീനിലെ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ A ആൻഡ് B അല്ലേ, അപ്പോൾ cos θ കാണാൻ എന്ത് ചെയ്താൽ മതി, A.B / AB ചെയ്താൽ മതി. ഈ AB എന്ന് പറഞ്ഞാൽ വെറും AB അല്ല, മോഡ് A മോഡ് B ആണ്, അത് ശ്രദ്ധിക്കണം കേട്ടോ, മോഡ് A മോഡ് B ആണ്. അപ്പോൾ തീറ്റ കാണാൻ എന്ത് ചെയ്താൽ മതി, കോസ് ഇൻവേഴ്സ് ഓഫ് A.B / മോഡ് A മോഡ് B. അപ്പോൾ അതാണ് ആംഗിൾ കാണാനുള്ള ഫോർമുല, അതൊക്കെ നോക്കി വെക്കുക. ഇനി നമുക്ക് ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ഡോട്ട് പ്രോഡക്റ്റിൻ്റെ അപ്പോൾ നമുക്ക് 2i + 3j + 2k ഇതാണ് A എന്ന് വിചാരിക്കുക. ഡോട്ട് 6i + j + 4k ഇതാണ് കാണേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്താ വരിക, ആദ്യം നമ്മൾ ഈ 2ഉം ഈ 6ഉം ഐൻ്റെ കോർഡിനേറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × 6 അതെന്താ വരിക, 12. പിന്നെ ഐ വേണ്ട കേട്ടോ, i.i 1 ആണ്, പിന്നെ ഐ വേണ്ട, പിന്നെ വെറും പ്ലസ് മതി. പിന്നെ അടുത്തത് എന്താ പറയുക, ജേൻ്റെത് 3യും ഇവിടെ ജേൻ്റെ 1, അപ്പോൾ 3 × 1, അപ്പോൾ നമുക്ക് എന്താ വരിക, 3 എന്ന് തന്നെ വരും. പ്ലസ് ഇനി അടുത്തത് ഇവിടെ കേൻ്റെ 2, കേൻ്റെ ഇവിടെ 4, അപ്പോൾ നമുക്ക് എന്ത് വരും, 2 × 4 അതെന്താ വരിക, 8. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര വരും, 23 എന്ന് വരും. അപ്പോൾ ഈ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടാൽ നമുക്കൊരു നമ്പറാണ്, ഒരു സ്കലാറാണ് കിട്ടുക. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു വെക്ടർ അല്ല. ഐയും ജെയും കെ ഒന്നും ഉണ്ടാവില്ല. ഐയും ജെയും കെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിതിനെ വെക്ടർ എന്നാണ് വിളിക്കുക. ഇതൊക്കെ വെക്ടേഴ്സാണ്. ഇവിടെ നമുക്കിതൊരു സ്കാലാർ, ഇവിടെ ഐയും ജെയും കെ ഒന്നും ഇല്ലല്ലോ, ഇതൊരു സ്കാലാറാണ്. ഐയും ജെയും കെയും ഉണ്ടാകുമ്പോൾ അവിടെ വെക്ടർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഇനി കൂടുതൽ എക്സാമ്പിൾസ് ചെയ്യണോ, ഒന്നും കൂടി ചെയ്യാം. ഇനി അടുത്തത് 4i + 2j + k ഡോട്ട് 3i + 4j + 2k. അപ്പോൾ ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ കാണാം, 4 × 3 12i, 12 ഐ ഇല്ല, പിന്നെ 2 × 4 8 ജേൻ്റെ, പ്ലസ് കേൻ്റെ 1 × 2 2, അപ്പോൾ എത്ര വരിക, 22 അല്ലേ, 22 വരും. അപ്പോൾ അതാണ് ഇത് ഡോട്ട് പ്രോഡക്റ്റ് വളരെ എളുപ്പമാണ്, അതുകൊണ്ടാണ് കൂടുതൽ പ്രോബ്ലംസ് ഇല്ലാത്തത്. ഇത് നോക്കാം. ഇനി നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഇനി എന്താണ് വെക്റ്റർ ക്രോസ് പ്രോഡക്റ്റ് എന്നുള്ളത് നോക്കാം. A and B, if A and B be any two non-zero and non-parallel vectors. പാരലൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഒരേ ലൈനിൽ ഇങ്ങനെ കിടക്കുന്ന വെക്റ്റേഴ്സിനെ നമ്മൾ പാരലൽ എന്ന് പറയാം. അപ്പോൾ പാരലൽ അല്ലാത്ത വെക്റ്റേഴ്സ് എടുക്കണം, നോൺ പാരലൽ വെക്റ്റേഴ്സ് എടുക്കുക. then the vector product എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയും, ഓഫ് A and B is defined as മോഡ് A മോഡ് B sin θ n എന്ന് പറഞ്ഞ ഒരു വെക്ടറാണ്. വേർ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ A and B ആൻഡ് n എന്ന് പറയുന്നത് എന്താണ്, ഒരു യൂണിറ്റ് വെക്ടറാണ്. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ലെങ്ത് 1 ആയിട്ടുള്ള വെക്ടർ, അതായത് മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിൻ്റെ മോഡുലസ് 1 ആയിട്ടുള്ള വെക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുക, യൂണിറ്റ് വെക്ടർ എന്ന് പറയാം. യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു A ആൻഡ് B, എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടറിന് യൂണിറ്റ് വെക്ടറാണ് n. സോ ദാറ്റ് എ ബി ആൻഡ് എൻ ഫോം എ റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം. റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് വൈ സെഡ് ആക്സിസ് പോലെ ഉണ്ടാവും, എയും ബിയും എന്നും കിടക്കുന്നത്. അപ്പോൾ മൂന്നും n രണ്ടിനോട് പെർപെൻഡിക്കുലർ ആവുന്ന രീതിയിലാണ് കിടക്കുക. അപ്പോൾ നമുക്കൊരു ഒന്നും കൂടി പറയാം, എ ക്രോസ് ബി, അതിന് നമ്മൾ എ ക്രോസ് ബി എന്നാണ് ഡിനോട്ട് ചെയ്യുക. എ ക്രോസ് ബി അതെന്ന് പറഞ്ഞാൽ എന്താണ്, മോഡ് എ മോഡ് ബി സൈൻ തീറ്റ എൻ. അപ്പോൾ എന്ന് പറയുന്നത് വെക്ടറാണ്. അപ്പോൾ നമുക്ക് ഈ എന്നൊക്കെ കണ്ടുപിടിച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ നിങ്ങൾ ഡെഫിനിഷൻ ചോദിച്ചത് എഴുതുക, നമുക്കിത് ചെയ്യാനുള്ള ഫോർമുല നമ്മൾ ഡോട്ട് പ്രോഡക്റ്റിൽ പഠിച്ച പോലെ ഉണ്ട്, അത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് നോക്കാം. നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് പറഞ്ഞു കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന്, ബട്ട് ക്രോസ് പ്രോഡക്റ്റ് എന്തല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല. അതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. അതായത് എ ക്രോസ് ബി എന്തിനോട് ഈക്വൽ അല്ല, ബി ക്രോസ് എനോട് ഈക്വൽ അല്ല. കാരണം ബി ക്രോസ് എന്ന് പറഞ്ഞാൽ ബി ആ എന്നിൻ്റെ ഡയറക്ഷൻ മാറും അല്ലേ, മൈനസ് എന്നുള്ളത് വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു പ്രൂഫ് പഠിക്കണ്ട, നിങ്ങൾ എ ബി എന്ന് പറഞ്ഞാൽ രണ്ട് വെക്റ്റർ എടുത്തിട്ട്
അതിൻ്റെ എ ക്രോസ് ബിയും ബി ക്രോസ് ബിയും കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് കാണിക്കണമെങ്കിൽ നിങ്ങൾ എ എന്ന് പറഞ്ഞ ഒരു വെക്റ്റർ എടുക്കുക, ബി എന്ന് പറയുന്ന ഒരു വെക്റ്റർ എടുക്കുക, എ ക്രോസ് ബി കാണുക, ബി ക്രോസ് എയും കാണുക. രണ്ടും ഈക്വൽ അല്ല എന്ന് കാണിച്ചിട്ട് മിക്കവാറും നമുക്ക് അങ്ങനെ കിട്ടാറുണ്ട് എക്സാമ്പിൾ. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴൊന്നും എക്സാമ്പിൾ എടുക്കൽ കാണാതെ പഠിക്കൽ എളുപ്പമല്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. പക്ഷേ ഡോട്ട് പ്രോഡക്റ്റ് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. ക്രോസ് പ്രോഡക്റ്റ് എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെ കാണാമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. എക്സാമ്പിൾ ഉണ്ട്, ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു മെത്തേഡ് ഉണ്ട്. അത് നമ്മൾ ഈ എന്നൊന്നും വെച്ചിട്ടല്ല ചെയ്യുക, നമ്മളതിൻ്റെ ഡിറ്റർമിനൻ്റ് വെച്ചിട്ടാണ് ചെയ്യുക. നോക്കാം എങ്ങനെയാണ് നോക്കാം. വെക്റ്റർ പ്രോഡക്റ്റ് ഇൻ ടേംസ് ഓഫ് റെക്റ്റാങ്കുലർ കമ്പോണൻസ്. അപ്പോൾ ഇതിൽ ആകെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിലെല്ലാ കാര്യങ്ങളൊന്നും വേണ്ട. എ എന്ന് പറയുന്ന വെക്റ്റർ a1i + a2j + a3k ആണെന്ന് വിചാരിച്ചോ. ബി എന്ന് പറയുന്ന വെക്റ്റർ b1i + b2j + b3k ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ്? i j k എന്ന് മുകളിൽ എഴുതുക ആ വെക്റ്റേഴ്സ്. എൻ്റെ കോഎഫിഷ്യൻസ് അതായത് a1 a2 a3. ബി എന്ന് പറഞ്ഞ വെക്റ്റേഴ്സ് ഉള്ളത് b1 b2 b3 അതിനെഴുതുക. എന്നിട്ട് ഈ ഡിറ്റർമിനൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എന്താ വരിക? ഇങ്ങനെ വരും. അവിടെ നമുക്ക് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തതാട്ടോ ഈ എഴുതിയിട്ടുള്ളത്. ഇതിനെ നമുക്ക് ആ ഡിറ്റർമിനൻ്റ് ആക്കി എഴുതാം, തിരിച്ചു മറിച്ചൊക്കെ എഴുതാം. അപ്പോൾ അതിൽ നിന്ന് വരുന്നത് എന്താ വരിക? a2 b3 - a3 b2 × i മൈനസ് a1 b3 - a3 b1 × j പ്ലസ് a1 b2 - a2 b1 k. ഈ ഡിറ്റർമിനൻ്റ് വരിക അല്ലേ? നമ്മൾ ഇങ്ങനെ ഡിറ്റർമിനൻ്റ് കാണാം i × a2 b3 - b2 a3 മൈനസ് j × a1 b3 a3 b1 പ്ലസ് k × a1 b2 a2 b1. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് കാണുക. അപ്പോൾ അതാണ് എ ക്രോസ് ബി. അപ്പോൾ എ ക്രോസ് ബി കാണാൻ നമ്മൾ ഈ ഡിറ്റർമിനൻ്റ് ആണ് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫോർമുലയാണ് അതിന് പഠിക്കേണ്ടത്. വെറുതെ പഠിച്ചാൽ പോരാ, ഡിറ്റർമിനൻ്റ് കാണാനും കൂടി അറിയണം. ഡോട്ട് പ്രോഡക്റ്റിൻ്റെ അത്ര എളുപ്പമല്ല. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ കണ്ടില്ലേ, നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് കണ്ടാൽ നമുക്ക് ഐയും ജെയും കെ ഒക്കെ ഉണ്ടാവും, അത് പോകൂല. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് കിട്ടുക. കണ്ടോ, അതിൽ ഐയും ജെയും കെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരു വെക്റ്റർ ആയിരിക്കും. ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും? ഒരു സ്കെലാർ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾസ് നോക്കാം. ഫൈൻഡ് എ ക്രോസ് ബി ഇഫ് എ = 2i + 3j + 6k, b = 3i - 6j + 2k. അപ്പോൾ നമുക്ക് എ ക്രോസ് ബി പറഞ്ഞാൽ ആ ഒരു വെക്റ്ററിൻ്റെ എഴുതി. അപ്പോൾ നമ്മൾ i j k എന്നിട്ടു. എൻ്റെ കോഎഫിഷ്യൻസ് ആദ്യത്തെ റോൾ എഴുതി. അപ്പോൾ 2 3 6 ആദ്യം എഴുതി. ബീൻ്റെത് 3 - 6 2 അതും എഴുതി. ഇനി ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ വരിക? i × 3 × 2 6 അല്ലേ? 6 എഴുതി. മൈനസ് 6 × 6 അപ്പോൾ -36 എന്ന് വരും. പിന്നെ ഇവിടെ ഡിറ്റർമിനൻ്റ് ഉള്ളൊരു മൈനസ് വരും. പ്ലസ് 36 പിന്നെ ഐ ഉണ്ടാവും. ഐ അങ്ങനെ തന്നെ എഴുതണം, ഐ കളയരുത്. പിന്നെ മൈനസ് j × ഇവിടെ മൈനസ് j ഉണ്ട് ഇവിടെ. 2 × 2 4 - 3 × 6 18 പ്ലസ് k × ഇവിടെ പ്ലസ് പിന്നെ k ഉണ്ട്. 2 × -6 -12 മൈനസ് 3 × 3 9. അത് നമുക്ക് ചെയ്ത് വരുമ്പോൾ 42i + 14j + 21k എന്ന് കിട്ടും. എളുപ്പമാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡിറ്റർമിനൻ്റ് ആയതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇനി ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് ദ വെക്റ്റേഴ്സ് എ ബി. അപ്പോൾ നമ്മളൊരു യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കണം പെർപെൻഡിക്കുലർ ടു ബോത്ത് ദ വെക്റ്റേഴ്സ്. അപ്പോൾ രണ്ട് വെക്റ്റേഴ്സിന് എ എന്ന് പറഞ്ഞൊരു വെക്റ്റർ ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു വെക്റ്റർ ഉണ്ട്. ആ രണ്ട് വെക്റ്റേഴ്സിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എ ക്രോസ് ബി ഇസ് എ വെക്റ്റർ പെർപെൻഡിക്കുലർ. അതും ഒരു പ്രോപ്പർട്ടി ആട്ടോ, അത് ഞാൻ പ്രോപ്പർട്ടിയിൽ പറയാൻ വിട്ടതാണ്, നിങ്ങളിത് ശ്രദ്ധിക്കുക. എ ക്രോസ് ബി എന്ന് പറയുന്ന വെക്റ്റർ എന്താണ്? പെർപെൻഡിക്കുലർ ടു ബോത്ത് ദ വെക്റ്റേഴ്സ് എ ആൻഡ് ബി. എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്റ്ററാണ് എ ക്രോസ് ബി. അപ്പോൾ നമ്മൾ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ട് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? എ ക്രോസ് ബി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ എ ക്രോസ് ബി ആണ് കാണുന്നത്. ഇപ്പോൾ എ ക്രോസ് ബി കണ്ടു, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എ ക്രോസ് ബി കണ്ടു. ഇനി നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു വെക്റ്ററിനെ യൂണിറ്റ് വെക്റ്റർ ആക്കുക? ഇപ്പോൾ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ നമുക്കൊരു വെക്റ്റർ കിട്ടിയില്ലേ. ഇനി അതിനെ യൂണിറ്റ് വെക്റ്റർ ആക്കുക എങ്ങനെയാണെങ്കിൽ ആ വെക്റ്റർ എഴുതിയിട്ട് ഡിവൈഡഡ് ബൈ അതിൻ്റെ മോഡുലസ്. അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ലാസ്റ്റ് പേജിൽ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഇവിടെ ഒരു വെക്റ്റർ നമുക്ക് കിട്ടി, ഇതിപ്പോൾ ഒരു വെക്റ്ററാണ്, അത് യൂണിറ്റ് വെക്റ്റർ അല്ല. യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോഡുലസ് 1, അതിൻ്റെ ലെങ്ത്ത് 1 ആയിട്ടുള്ളതിനാണ് യൂണിറ്റ് വെക്റ്റർ എന്ന് പറയാം. അപ്പോൾ അതിനെ യൂണിറ്റ് വെക്റ്റർ ആക്കാൻ വേണ്ടിയിട്ട് അതിനെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ വെക്റ്റർ അങ്ങനെ തന്നെ എഴുതി, എ ക്രോസ് ബി ഈ കണ്ടുവച്ച വെക്റ്റർ അങ്ങനെ എഴുതി. ഇനി അതിൻ്റെ മോഡുലസ് കാണുക, എന്നിട്ട് അതിനോട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് മോഡുലസ് കാണാമെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ തന്നെ പറയാം. അപ്പോൾ നമ്മളൊരു വെക്റ്ററിൻ്റെ, ഇപ്പോൾ ഇത് എ ക്രോസ് ബി എന്ന് ഇവിടെ ഒരു വെക്റ്റർ ഉണ്ട് വിചാരിക്കുക. ഈ വെക്റ്ററിൻ്റെ മോഡുലസ് കാണുകയെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ കോഎഫിഷ്യൻസിൻ്റെ സ്ക്വയർ എടുക്കുക. അതായത് √(-1² + 2² + 2²).
അതായത് √9 ദാറ്റ്സ് ഈക്വൽ ടു 3. അതാണ് അതിൻ്റെ മോഡുലസ്. ഞാൻ പറഞ്ഞുതരാം, ഇത് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ കിട്ടുന്ന വെക്റ്റർ യൂണിറ്റ് വെക്റ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ തന്ന വെക്റ്ററിനെ അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? യൂണിറ്റ് വെക്റ്റർ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് യൂണിറ്റ് വെക്റ്റർ കാണുക. അപ്പോൾ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് ദ വെക്റ്റേഴ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്റ്ററാണ് എ ക്രോസ് ബി. എ ക്രോസ് ബി കണ്ടിട്ട് അതിനെ യൂണിറ്റ് വെക്റ്റർ ആക്കുക. യൂണിറ്റ് വെക്റ്റർ ആക്കുക എങ്ങനെയാണ്? അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന വെക്റ്റർ എന്തായിരിക്കും? യൂണിറ്റ് വെക്റ്റർ ആയിരിക്കും. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതുള്ള ഇതിൻ്റെ മോഡുലസ് കാണാം. ഇതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? √(-1/3 ഹോൾ സ്ക്വയർ പ്ലസ് 2/3 ഹോൾ സ്ക്വയർ പ്ലസ് 2/3 ഹോൾ സ്ക്വയർ. അത് നമുക്ക് 1 ആണ് കിട്ടുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. If a equal to I minus 2j plus k, b equal to 2i minus j plus k, c equal to I plus j minus 2k. Compute a cross b cross c and a cross b cross c. അപ്പോൾ നമ്മൾ a cross b കണ്ടു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു റിസൾട്ടും കൂടി ഇതിലൂടെ പറയാനുണ്ട്. അപ്പോൾ a cross b കണ്ടു, നമുക്കത് കിട്ടി. എന്നിട്ട് ക്രോസ് സി കാണാം. എ ക്രോസ് ബി ക്രോസ് സി. അപ്പോൾ ആദ്യം എ ക്രോസ് ബി കണ്ടിട്ട് ഒരു വെക്റ്റർ കിട്ടും. ആ വെക്റ്ററും പിന്നെ സി എന്ന് പറഞ്ഞ വെക്റ്ററും കൂടി ക്രോസ് പ്രോഡക്റ്റ് അടുത്ത് കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? പിന്നെ സീനോട് ക്രോസ് പ്രോഡക്റ്റ് കാണാം. അപ്പോൾ നമുക്ക് വേറൊരു വെക്റ്റർ ഇതാ -5i + j - 2k എന്ന് പറഞ്ഞ വെക്റ്റർ കിട്ടി. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ബി ക്രോസ് സി കാണാം. ഇനി നമുക്ക് കണ്ടത് എ ക്രോസ് ബി ക്രോസ് സി ആണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ബി ക്രോസ് സി കണ്ടു. പിന്നെ എ ക്രോസ് ബി ക്രോസ് സി കാണാം. അപ്പോൾ എ എഴുതി, പിന്നെ ബി ക്രോസ് സി നമ്മൾ കണ്ട വെക്റ്റർ എഴുതി, അത് തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റും കണ്ടു. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം, നമുക്ക് എ ക്രോസ് ബി ക്രോസ് സി കിട്ടിയത് ഈ വെക്റ്ററും എ ക്രോസ് ബി ക്രോസ് സി കിട്ടിയത് ഈ വെക്റ്ററുമാണ്. ഈ രണ്ട് വെക്റ്ററും ഈക്വൽ അല്ല. അതിൻ്റെ അർത്ഥം അല്ലേ ഇതാ എ ക്രോസ് ബി ക്രോസ് സി നോട്ട് ഈക്വൽ ടു എ ക്രോസ് ബി ക്രോസ് സി. അപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അസോസിയേറ്റീവ് അല്ല എന്നാണ്. അപ്പോൾ വെക്റ്റർ പ്രോഡക്റ്റ് എന്തല്ല? അസോസിയേറ്റീവും അല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല. അപ്പോൾ അസോസിയേറ്റീവ് അല്ല എന്നുള്ളതിനൊരു എക്സാമ്പിളാണ് ഇത്. കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയണില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അത് ഏതെങ്കിലും രണ്ട് വെക്റ്റർ എടുത്തിട്ട് തിരിച്ചു മറിച്ചു അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചാൽ നോക്കിയാൽ അത് നമുക്ക് ഈക്വൽ ആവാൻ ചാൻസ് വളരെ കുറവാണ്. ചില കേസിൽ ഈക്വൽ ആവാം, അപ്പോൾ ഈക്വൽ അല്ലാത്തതും കിട്ടും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നമ്മൾ അപ്പോഴത്തെ ചെയ്ത് നോക്കുകയാണ് ബെസ്റ്റ്. കാരണം നമ്മൾക്ക് കാണാതെ പഠിച്ചു പോകലൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ 1-2 എക്സാമ്പിൾ ചെയ്ത് നോക്കി വെക്കുക. കിട്ടിയതിൽ എന്നോട് ചോദിച്ചാൽ മതി. ഇനി നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഇതും കൂടി പറയാൻ നോക്കാം. എങ്ങനെ അതിൻ്റെ മോഡുലസ്. അതായത് ഇപ്പോൾ എ എന്ന് പറഞ്ഞ വെക്റ്റർ AI A1i പ്ലസ് A2j പ്ലസ് A3k ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് എ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് √(a1² പ്ലസ് A2² പ്ലസ് A3². ഇതാണ് അതിൻ്റെ മോഡുലസ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു വെക്റ്ററിനെ, അപ്പോൾ എ എന്ന് പറഞ്ഞ വെക്റ്ററിനെ യൂണിറ്റ് വെക്റ്റർ, അപ്പോൾ യൂണിറ്റ് വെക്റ്റർ ആണോ എന്ന് എങ്ങനെ നോക്കുക? മോഡുലസ് എ ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ അതിനെ യൂണിറ്റ് വെക്റ്റർ ആണെന്ന് പറയും. ഇനിയിപ്പോൾ എ എന്ന് പറഞ്ഞത് യൂണിറ്റ് വെക്റ്റർ അല്ലെങ്കിൽ A/mod A എന്തായിരിക്കും? യൂണിറ്റ് വെക്റ്റർ ആയിരിക്കും. അപ്പോൾ അതിന് യൂണിറ്റ് വെക്റ്റർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വെക്റ്റർ ആൾജിബ്രയിലുള്ളത്. നമുക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും കാര്യമായിട്ട് നോക്കുക. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.